ആംബുലൻസ് തടഞ്ഞു നിർത്തിയ ഒരു ആക്രമണം. ബംഗളൂരുവിലെ നിലമംഗലയിൽ ഇന്നലെ സന്ധ്യയ്ക്കായിരുന്നു ഈ സംഭവം. 5 മാസം പ്രായമായ കുഞ്ഞിനെ ബംഗളൂരുവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലായിരുന്നു ഈ അക്രമം. KB ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, ഈ ആക്രമണത്തിന്റെ കാരണം എന്താണ്? രതീഷ്, കാറിനെ ഈ ആംബുലൻസ് ഓവർടേക്ക് ചെയ്തു എന്ന് പറഞ്ഞാണ് ഈ വലിയ അക്രമം നടത്തിയത്. അതായത് സാധാരണ രീതിയിൽ റോഡുകളിൽ, തിരക്കുള്ള റോഡുകളിൽ പ്രത്യേകിച്ചും, ആംബുലൻസ് ഏത് വഴി കൂടെ വന്നാലും അതിനെ കടത്തിവിടുക എന്നുള്ളത് സാമാന്യ മര്യാദയാണ്. പ്രത്യേകിച്ച് അത്രയും അത്യാസന്നമായിട്ടുള്ള രോഗിയൊക്കെ ഉണ്ടാവും ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു പോവുക. എന്നാൽ ഇവിടെ ഉണ്ടായതല്ല. നിലമംഗലം എത്തിയപ്പോൾ, തുങ്കൂറിലെ മുടികരയിൽ നിന്നാണ് ഈ ആംബുലൻസ് വരുന്നത്. നിലമംഗലം എത്തിയപ്പോൾ ഈ ആംബുലൻസ് ഈ ഇന്നോവ കാറിനെ മറികടന്നു. ഈ കാറിലുണ്ടായിരുന്ന 3 യുവാക്കൾ പ്രകോപിതരായി. തുടർന്ന് ഇവർ വളരെ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ആംബുലൻസിനെ മറികടന്ന് റോഡിന് കുറുകെ വാഹനമിട്ട് ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നു. ഡ്രൈവറെ വലിച്ചിറക്കി മർദ്ദിച്ചു എന്നാണ് മൊഴിയുള്ളത്. ഏതായാലും 5 മാസം പ്രായമുള്ള രോഗബാധിയായിട്ടുള്ള ഒരു കുഞ്ഞായിരുന്നു ഈ ആംബുലൻസിന് ഉള്ളിലുണ്ടായിരുന്നത്. കുഞ്ഞും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ട്രാഫിക് പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് ഈ ആംബുലൻസിനെ പോകാൻ ഉള്ള സംവിധാനം ഒരുക്കിയത്. 3 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗളൂരു റോഡിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനത്തെ ഓവർടേക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും അസഭ്യം പറയുകയും സംഭവങ്ങളൊക്കെ നിരവധി തവണ ഉണ്ടാകാറുണ്ട്. ഏതായാലും അതിൽ ഒരു സംഭവം കൂടി ആയി എന്ന് മാത്രം. ഏതായാലും ഇവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകണം എന്നുള്ളൊരാവശ്യം പൊതുവിൽ ഉയരുന്നുണ്ട്. ഏതായാലും ഈ 3 യുവാക്കളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗളൂരുവിലെ നിലമംഗലയിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഇന്നലെ വൈകിട്ടായിരുന്നു ഈ സംഭവം. KB ശ്രീധരനാണ് ആ വിവരങ്ങൾ നൽകിയത്.